എവിടെ പോവാ? എയർപ്ലെയിനിൽ പോവാണോ? എയർപോർട്ടിലേക്ക് പോവാ അല്ലേ? എയർപോർട്ടിൽ മമ്മ കഴിക്കാൻ പോവാണോ? പ്ലെയിൻ കയറാൻ പോവല്ലേ? അലീഷ നോക്കി. ഹലോ വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ പ്രാവശ്യം ഒരു ട്രിപ്പ് പോവാണ്. അതിന് വേണ്ടിട്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ് അല്ലേ? ക്യാബ് നേരത്തെയാണ് ട്രാഫിക് ഇല്ലെങ്കിൽ നേരത്തെ എത്തുമെന്ന് വിചാരിക്കുന്നു. അപ്പം ട്രിപ്പിന്റെ വിശേഷങ്ങളൊക്കെ ബാക്കി വീഡിയോയിൽ കാണാം. ഓക്കെ. കുട്ടികൾ രണ്ടുപേരും ഈക്വലി എക്സൈറ്റഡ് ആണ് കേട്ടോ. അതുപോലെ ഞങ്ങളും കുറെ നാൾക്ക് ശേഷമാണ് ഇനി ഒരു ട്രിപ്പ് പോകുന്നത്. ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നതിന്റെ കൂടാതെ ചെന്ന് ചേർന്നാണെങ്കിൽ ബീച്ചിലോട്ടും. രണ്ടിന്റെ എക്സൈറ്റ്മെന്റ് കാരണം ചാടി പിള്ളേരെ ഒരു പരുവായി. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 35 to 45 minutes ആണ് ആവറേജ് എടുക്കും കേട്ടോ എയർപോർട്ടിലോട്ട്. ഞങ്ങൾ ഇത്തവണ പോകുന്നത് സൗത്ത് ഗോവയിലോട്ടാണ്. അതുകൊണ്ട് തന്നെ ചെന്ന് ചേരേണ്ട എയർപോർട്ട് GOI എയർപോർട്ടാണ്. ഡാബുലിം എയർപോർട്ട്, ബംഗളൂരു ടു GOI എയർപോർട്ട്. ഗോവയിൽ നിങ്ങൾ ബുക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ 2 എയർപോർട്ട്സ് കാണും. ഒന്ന് GOI ആൻഡ് ഒന്ന് GOX. GOI ഞാൻ പറഞ്ഞതുപോലെ ഡാബുലിം എയർപോർട്ട് ബേസിക്കലി സൗത്ത് ഗോവയിലോട്ട് പോകുന്നവരെല്ലാവരും GOIയിലോട്ടാണ് ബുക്ക് ചെയ്യുന്നത്. നോർത്ത് ഗോവയാണ് പോകുന്നതെങ്കിൽ GOX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ട്. അത് ലേറ്റ് 2022 അല്ലെങ്കിൽ ഏർലി 2023 ആ ടൈമിൽ ഓപ്പൺ ചെയ്ത ഒരു എയർപോർട്ടാണ് കേട്ടോ. അങ്ങനെ വെച്ചാ ഡിജി യാത്രയില് ഞങ്ങൾ 4 പേരും കയറിയേ, പെട്ടെന്ന് കയറിയേ. പക്ഷെ എനിക്ക് ഭയങ്കര സൗകര്യം അല്ലേ. പക്ഷെ എനിക്കൊന്ന് ഇത് നോക്കിയാൽ മാത്രം മതി. ബോർഡിംഗ് പാസ് എടുക്കണ്ട, ID കാർഡ് എടുക്കണ്ട. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ചെക്കിനല്ല ഇതെന്ത് ശരിക്കും പറഞ്ഞ എൻട്രി അല്ലേ? കേറാൻ വേണം അല്ല, അതിന് വലിയ ക്യൂ ഇല്ലേ അവിടെ. അപ്പൊ നമുക്കാ ഡിജി യാത്രയുടെ ആപ്പ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കയറി പോകുന്നു. ഇല്ലെങ്കിൽ ആ നിൽക്കുന്ന ആൾക്കാർ നോക്കി അവിടെ എത്ര പേരാ നിൽക്കുന്നത്. അവിടെ നിന്ന് ID കാർഡ് കാണിച്ച് പതുക്കെ ഇതാകുമ്പോ സൗകര്യം. ഡിജി യാത്ര ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം, ആധാർ കാർഡ് വേണം, വേറൊന്നും ഇല്ലല്ലോ. ഇതുണ്ട് എന്തുമാത്രം ആൾക്കാരാ നോക്കി. എന്നിട്ടും ഡിജി യാത്ര ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് നേരത്തെ കയറി പോകും. പലരും ഇപ്പൊ പുറത്ത് കയറാനായിട്ട് നിൽപ്പുണ്ട്. ഞങ്ങൾക്ക് കയറാൻ പറ്റിയത് ഡിജി യാത്ര രജിസ്റ്റർ ചെയ്തുകൊണ്ടും ഫോട്ടോ വെരിഫിക്കേഷൻ കഴിഞ്ഞുകൊണ്ടും. സൗണ്ട് കേട്ടിട്ടാണോ? ഇറ്റ്സ് ഓക്കേ. പ്രയോറിറ്റി ചെക്കിൻ പറ്റുമോ ഇല്ലയോ എന്ന് നോക്കുവാണ്. അല്ലെങ്കിൽ ഇത് ഭയങ്കര വലിയ ക്യൂ ആണ്, എനിക്കറിയില്ല. അങ്ങനെ ഡിജി യാത്രയുടെ പ്രിവിലേജും പിന്നെ 2 കുട്ടികളെയും പിടിച്ചുകൊണ്ട് വന്ന് 2 പെട്ടിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട് കഷ്ടം തോന്നി. അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ഞങ്ങളെ കയറ്റി വിട്ടു കേട്ടോ. അങ്ങനെ പ്രയോറിറ്റി ക്യൂവിൽ കയറി. ഇനി അടുത്ത ടെൻഷൻ ബാഗേജിന്റെ വെയിറ്റ് കൂടുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം ഡ്രസ്സ് കൂടാതെ ഒരു സെറ്റ് ടോയ്സും കൂടി പിള്ളേർ 2 പേരും കൂടി പെട്ടിക്കകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 4 പേർ കൂടി 2 സ്യൂട്ട് കേസിലാണ് പാക്ക് ചെയ്തേക്കുന്നത്. ഒന്ന് ഫുള്ള് കുട്ടികളുടെ ഡ്രസ്സും അടുത്തതിൻ്റെ പകുതി അവരുടെ കളിപ്പാട്ടും, ബാക്കിയാണ് ഞങ്ങളുടെ ഡ്രസ്സ്. സിംഗിൾ ലഗേജ് പെർ പേഴ്സൺ 15 kg വരെ അലൗഡ് ആണ്. വീട്ടിൽ നോക്കിയപ്പോഴും 14 kg അറൗണ്ടേ വന്നിട്ടുള്ളൂ. എന്നാലും വെറുതെ ഒരു ടെൻഷൻ. അങ്ങനെ ബാഗേജ് ഒക്കെ ചെക്ക് ഇൻ ചെയ്തു. ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിലേക്ക്. അതെ, ഇതെല്ലാം ഡിജി യാത്ര.
ഇതെല്ലാം ഡിജി യാത്ര ക്യൂ ആണല്ലോ. അങ്ങനെ സെക്യൂരിറ്റി ചെക്കിന് അവിടെയും സെപ്പറേറ്റ് ഡിജി യാത്ര ക്യൂ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് പറ്റിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ആധാർ കാർഡ് ഉണ്ട്, ഒരാൾക്ക് ആധാർ കാർഡ് ഇല്ല. അപ്പം അവൾക്ക് മാത്രം, ഇളയവൾക്ക് മാത്രം മാനുവലി ചെയ്യേണ്ടി വന്നു. അതിൻ്റെ കുറച്ചൊരു ഡിലേ വന്നു. അല്ലാതെ ബാക്കി എല്ലാം സ്മൂത്തായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഇനി നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി പിള്ളേർക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഫ്ലൈറ്റിൽ ഓൾറെഡി മീൽസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫ്ലൈറ്റ് കയറി കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടും നല്ലോണം ഉറങ്ങിപ്പോവും. അതുകൊണ്ട് കയറുന്നതിന് മുന്നേ തന്നെ പിള്ളേർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞിട്ട് ബോർഡിയാന്ന് കരുതി. 6:15 ഡിപ്പാർച്ചർ. 5:45 അടുപ്പിച്ച് ബോർഡിങ് അവർ ക്ലോസ് ചെയ്യും. സോ അതിന് മുന്നേ എന്തെങ്കിലും ഒരു ദോശയോ എന്തെങ്കിലും കഴിക്കാനായിട്ട് നോക്കി നടക്കുക ഞങ്ങൾ. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ടിഫിൻ സെൻറ്ററിൽ കയറി. അവിടെ ആകുമ്പോൾ നല്ല ദോശയും ഇഡ്ഡലിയും കിട്ടും. പിള്ളേർക്കാണെങ്കിൽ അത് മതി താനും. ഞാൻ നോക്കിയപ്പം അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ തിരക്കേറിയ റെസ്റ്റോറൻറ്റും ഇത് തന്നെയാണ് കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും നടന്ന് അവസാനം ഇവിടെ തന്നെയാണ് വരുന്നത്. ദോശ കഴിക്കുമല്ലോ, കുട്ടിക്കാണ് നമുക്ക് ദോശ കഴിക്കുന്നത്. ആണോ? ഊണൊക്കെ കഴിഞ്ഞ് ഉലാത്താൻ ഇറങ്ങുന്നത് പോലെ ഞാനും കുട്ടിപ്പട്ടാളത്തിനോടൊപ്പം നാട് ചുറ്റാൻ ഇറങ്ങി. ഇനിയുണ്ട് ഫ്ലൈറ്റ് കൂടിയ 1/2 മണിക്കൂർ ബാക്കി. കൂടെ നടക്കുക ഓടി നടക്കുക എന്നല്ലാതെ ഇവരെ പിടിച്ചിരുത്താൻ വേറെ യാതൊരു വഴിയില്ല. അതിന്റെ കൂട്ടത്തില് ചില ഫോട്ടോസും വീഡിയോസും എടുക്കാം. Which? നമ്മളാണ് ഫസ്റ്റ്. നമ്മളാണോ? ഞാൻ അവിടെ നിന്നേനെ അല്ലേ? നമ്മളെന്താ ഫസ്റ്റ് അല്ലേ? ആണോ? അലിച്ചിക്കുട്ടിയാണോ ഫസ്റ്റ്? അലിച്ചിക്കുണ്ടോ? പ്ലെയിൻ നിൽക്കണേ. പ്ലെയിൻ കണ്ടോ? കണ്ടോ? അതെ 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 അതെ. വരും. ഇവിടെ പ്ലെയിൻ ഇല്ലല്ലോ, ഇത് ദൂരെ. നടക്കൂ താഴെ കൂടെ. എയർപ്ലെയിൻ. ഇത് എയർപ്ലെയിൻ അല്ല, എയർപ്ലെയിനിൽ കയറാൻ പോട്ടെ. Full empty plane. Yes, you need to wait. Hey. 30 ആണല്ലോ. 30 ആണ്. 30 DF. Get. Slowly. Training with sister. Yeah, thank you. Wow. Pick. Where are you? Madam, up എടുത്ത് വെക്കും. Thank you. 33-0. BF ഞങ്ങളിവിടെ. അതെ, BEF. C അല്ല. BEF. Okay. 31. ഞാൻ ഇവിടെ
Can I touch this? Yeah, you can touch. സാൻഡ്വിച്ച് ഒരു റോള് ഒരു ബാഗ് ഓഫ് ബിസ്ക്കറ്റ്. ഓക്കെ. ഞങ്ങള് ഗോവയിലെത്തിയില്ലേ? അങ്ങനെ നോക്കി കളിച്ചു കിട്ടി. പോയി അങ്ങ് പോയി. അങ്ങനെ ഞങ്ങള് ഏതൊക്കെ എത്തേണ്ടത്? ഞങ്ങള് എത്ര മണി എത്തിയപ്പം 7:45 ഏഴൊക്കെ എത്തേണ്ട. ഞങ്ങൾ എപ്പോഴും എത്തിയേ 7:40, 10 മിനിറ്റ് ലേറ്റ് ആയുള്ളൂ. പക്ഷേ ബെൽറ്റിന് ലഗേജ് വരാൻ നല്ല ലേറ്റ് ആയി. സോ ഞങ്ങൾ ലഗേജ് കിട്ടാനും കുറച്ച് ലേറ്റ് ആയി. ആണോ? ആണോ? അല്ല, അത് 2 something അല്ല. Let's not do that. അങ്ങനെ ഞങ്ങൾ ക്യാബ് വന്നു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയോ? ഗോവ എത്തിയോ? ബീച്ചിൽ എത്തിയില്ല. ബീച്ചിൽ നമ്മളിപ്പോ എത്തും കേട്ടോ. ബീച്ചിൽ കുറച്ച് നേരം എടുക്കും. ബീച്ചിലെത്തില്ല. ബീച്ചിൽ 1 hour കഴിയും കേട്ടോ. രാത്രി ബീച്ചിൽ പോകാൻ പറ്റില്ല. നമുക്ക് രാത്രി റെസ്റ്റ് ഒക്കെ എടുക്കണം. ഓക്കെ. ഗോവ എടുത്തു. ഗോവ ഇന്റർനാഷണൽ എയർപോർട്ട്. ആണോ? എയർപോർട്ടിൽ നമ്മൾ തുടങ്ങി വന്ന എന്തത്? ഡെല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സയൻസ്. കൊള്ളാല്ലേ? പിലാനി, ബിറ്റ്സ് പിലാനി. എയർപോർട്ടിൽ വരുന്ന റോഡ് എന്തായാലും വരുന്നതായിരിക്കുമല്ലോ. നമ്മളിപ്പോ എവിടെ എത്തി? എന്തായാലും NH17 കൂടെ. NH17 എന്ന് പറഞ്ഞാൽ പഴയ NH17 കൂടെ പോകും നമ്മള്. NH66 ആ പുതിയ നമ്പർ. NH66 പൻവേൽ എടപ്പള്ളി.
ഇതെവിടെയാ നമ്മൾ ക്രോസ് ചെയ്യുന്നത്? ഇത് എവിടെ അല്ല ക്രോസ് ചെയ്യുന്നത് നമ്മൾ പോകുമ്പോൾ ഇത് എവിടെ കാണാറില്ല. ഇതിന്റെ പറവൂരിക്കോട് പോകുന്ന NH 66. നമ്മൾ അതുവഴി വന്നപ്പോഴാണ് കോയമ്പത്തൂർ വഴി വന്നപ്പോൾ മാപ്പിലേക്ക് കണ്ടു. എങ്ങനെയാ കോയമ്പത്തൂർ വഴി കാണുന്നത്? അല്ല കോയമ്പത്തൂർ വഴി നല്ല പറവൂര് എന്നുള്ള നമ്മള് അപ്പോച്ചാരിയുടെ അങ്ങോട്ട് കയറി ആ പണി നടന്ന ഹൈവേ ഇല്ല, അത് ക്രോസ് ചെയ്ത് ഇതല്ലേ പറവൂരിന്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന റോഡാണ് NH 17 അഥവാ NH 66. എത്ര കിലോമീറ്റർ ഉണ്ട്? ഇനി എനിക്ക് 20-25 കിലോമീറ്റേഴ്സ് ഉണ്ട്. കാടിനകത്തൂടാണല്ലോ പോന്നെ. കാടിനകത്തൂടാണല്ലോ പോന്നെ. വെൽക്കം ടു കണക്കാം. നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞല്ലേ? 5 minutes. ഇപ്പൊ നമ്മുടെ വീട്ടില് അല്ല നമ്മുടെ കേരളത്തിലിടെ കൂടെ കനാലോട് കയറി വെള്ളക്കുളങ്ങനെ എത്തി തിരിയുന്ന പോലെ ഇരിക്കുന്നില്ല രാത്രി. ഇപ്പൊ രാത്രി ആയതുകൊണ്ട് ട്രാഫിക് ഇല്ലാത്ത അല്ലെങ്കിൽ ഇപ്പൊ വെള്ളക്കുളങ്ങ് കുറച്ചുകൂടെ കഴിഞ്ഞില്ല ലൈറ്റൊക്കെ കഴിഞ്ഞില്ല. ക്യാമറ അങ്ങനെ ലെഫ്റ്റ് വെച്ചിട്ട് ആകാശം വെച്ചാൽ സരോവർ പൊട്ടിക്കോ നോക്കിയ സമയം സിറ്റി ബാർ. മൺറോഡാണല്ലോ. അപ്പൊ ഇതാണ് വിളിക്കാൻ പറഞ്ഞ വിളിച്ച ലെഫ്റ്റില് സ്റ്റിക്ക് വിളിച്ചത്. മൺറോഡി കറി അവിടെ ഉണ്ട്. ഓക്കെ ഞങ്ങളിവിടെ ഇപ്പൊ ഇവിടെ എത്തി, ഇവിടെ ഇറങ്ങുവാ. എന്നിട്ട് ഇനി എങ്ങോട്ടാ വരണ്ടേ? നേരെ വണ്ടി ഇവിടെ വരെയല്ലേ വരത്തുള്ളൂ? വണ്ടി ഇവിടെ വരെയല്ലേ വരത്തുള്ളൂ? ഓക്കെ, അപ്പൊ ഞങ്ങളിവിടെ സെറ്റിൽ ആക്കട്ടെ. ഓക്കെ ശരി ശരിയോ ശരി ഓക്കെ. പിടിച്ചാൽ മതി, അങ്ങോട്ട് പിടിച്ചാൽ ഇങ്ങനെ ഇങ്ങനെ റെക്കോർഡിംഗ്. ഞങ്ങൾ 2 മാസത്തേക്കിനുള്ള ഡ്രസ് എടുത്തിട്ടുണ്ട്. 2 ദിവസം പോലും ഇവിടെ ഇല്ല. ഐഡാ ഫ്രണ്ട് കിടക്ക.
ഇല്ലല്ലോ ഞങ്ങൾ പെട്ടെന്ന് Oh, welcome to Goa. Welcome to Goa. We have just came here to pick. Yeah, the beaches are very good here, but there are very strong waves. Yeah. One wave just came and struck Akku one day. That was just today, but we are going to show you the exciting part of the beach. Yeah, come on. Make sure we don't get too close to the water നിങ്ങൾ because എത്ര പേര് എടുത്തടാ the waves are there. 15 kilometers. The vehicle is going in. Okay, here's the our rooms. Okay. I love you. Do I always song? Let me sing forevermore. You are all I long for. I worship and adore. In other words, we give you. ആ ഞാൻ എവിടെ വെച്ച് നോക്കുമായിരുന്നു. ഇല്ല എന്തും ഇതാണോ റൂം? SV3. ഓ CView3. അത് കഥ അടിച്ചോ ഇല്ല ജസ്റ്റ് ഒന്ന് ഓവ്യൂ This is a study room. അതൊക്കെ കടലാണ്. നമ്മുടെ കൈ പിടിക്കട്ടോ Послушайте. This is so bullshit. Shark was dead in the cuddle. Shark was dead in the cuddle. നമുക്ക് ബീച്ചിൽ പോകണ്ടേ? ഹോട്ടലാണ്. ഹോട്ടലാണ്. നമുക്ക് ബീച്ചിലൊക്കെ പോകണ്ടേ? ഡ്രസ്സിന് മാറിയിട്ട് ഏതുണ്ട് റൂം? ഇത് ഓട്ടാണ്. ഓക്കെ, അവിടെ വെച്ച് നമുക്ക് മാറ്റിയിട്ട് ബാക്കിൽ മൊബൈലുണ്ട്. ഇവിടെ നിൽക്കണേ. നമുക്ക് കടലിന് സൗണ്ട് കേൾക്കുന്നുണ്ട്. കഴിച്ചു കൊള്ളാല്ലേ? പക്ഷെ കഥ അടച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി സൗണ്ട് കേൾക്കില്ല കേട്ടോ. കഥ തുറന്ന് ബാൽക്കണിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി. രാവിലെ എണീക്കുമ്പോൾ നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് വ്യൂന്ന്. അപ്പോൾ
അവിടെ കടൽ അങ്ങോട്ട് പോകണ്ട കേട്ടോ. നമ്മൾ കടലിൽ ലോക്കിയാണ് അത്. ആ ലോക്കിയാണ്. കൊള്ളോ? ഇഷ്ടപ്പെട്ടോ ഹോട്ടല്? നമുക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് എല്ലായിടത്തും പോവാം. ശുശു കഴിക്കാം. ഇതാണ് വീട്. അടിപൊളിയാണോ ഹോട്ടൽ? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? കടലൊക്കെ കാണാം അല്ലേ? രാവിലെ എനിക്ക് നമ്മള് കടലൊക്കെ കാണാൻ പറ്റും. നോക്കി, നമ്മള് കടൽ കണ്ടില്ലേ? ഈ സൈഡില് ഇത് മാറ്റിക്കഴിഞ്ഞാൽ കാണാം. ഇപ്പൊ വേണ്ട, പക്ഷെ നേരത്തെ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? അടിപൊളിയാണോ? ഓക്കെ. अक्सर वहाँ से मैं हूँ गुजरा शायद यही कि मुझको देख मैं टूट गया मान कर दिल का कहा गई का ना रहा जरा सा हंस के जो देखा तुमने तेरा बिस्मिल हो गया संभालो मुझको ओ मेरी यारो संभालना मुश्किल हो गया ഹായ് പറ. ഹായ്. നിങ്ങൾ എവിടെയാണ്? ബീച്ചിലാണോ? ഓക്കെ ബൈ. ഓക്കെ ബൈ. നല്ല നിപ്പ. അതിന് മുമ്പ് കുറവായിരുന്നു. അതിനുശേഷം ഒറ്റ നിപ്പ കുറയുന്നില്ല. വണ്ടി 6.1 എന്തോ ഇഷ്യൂ ഉണ്ട് കാർപ്ലേൻ്റെ അകത്ത്. ഇന്ന് ബിരിയാണി വന്നിട്ട് കറക്റ്റായി പിക്കാവില്ല. ഓ 45. ഓക്കെ തരാം. ഗ്ലാസ് വേണോ? അവള് കയ്യില് കൈ പിടിക്കല്ലേ? കൊള്ളാം. കൊള്ളോ? നോക്കട്ടെ, മിന്നി ഇങ്ങോട്ട് നോക്കി. ആരാണ്? ആരാണ്? അലിഷ ചിച്ചി സ്മൈൽ. അങ്കിൾ എന്ത് പറഞ്ഞു? ബിരിയാണി വരുമെന്നാ ഞാൻ ഭയങ്കര അങ്ങനെ ഡിന്നർ കഴിച്ച് ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. കീപ് വാച്ചിങ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ്.